തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോട് ആയമാരുടെ ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചു. പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്ത പോലീസ് 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. വിവരം അറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തെന്നും താൽക്കാലിക ജീവനക്കാരായ 7 പേരെ പിരിച്ചുവിട്ടെന്നും ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി. ശിശുക്ഷേമ സമിതിക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ ഓഫീസിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വളരെ കർക്കശമായ നടപടി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരാളെ പോലും, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ്, കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനം എന്നുള്ളൊരു ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ടില്ല. ഇവിടുത്തെ കുട്ടികളെല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെയാണ് ഈ കുട്ടികളെല്ലാം ഞങ്ങൾ പരിപാലിക്കുന്നത്. നിയമപരമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടിയുടെ മെഡിക്കൽ എടുത്ത് നിയമപരമായ നടപടിയിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചു. ആ സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പിരിച്ചുവിടുകയും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ഞങ്ങൾ ചെയ്തത്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, ശിശുക്ഷേമ സമിതിക്കുള്ളിലാണ് 2.5 വയസ്സുകാരിക്ക് ഈ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത് എന്നത് സംഭവത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയല്ലേ? താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കി അവരെ നിയമത്തിന് മുന്നിൽ അജിത എന്ന വ്യക്തിയെയും ഒപ്പം മറച്ചുവെച്ച മറ്റ് 2 ആയമാരെയും കൊണ്ടുവന്നു എന്നതിനപ്പുറം ശിശുക്ഷേമ സമിതിക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളില്ലേ? അത് ഈ നടപടികൾ കൊണ്ട് മാത്രം തീരുന്നതാണ്? സുജയ, ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരി തന്നെ ഇവിടെയുള്ള 2.5 വയസ്സുകാരെ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു. അത് കൃത്യസമയത്ത് അറിഞ്ഞില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ശിശുക്ഷേമ സമിതിയുടെ വീഴ്ചയായി കണക്കാക്കുന്നത്. 7 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. അത് ഒളിച്ചു വെച്ചു എന്ന കാരണത്താൽ 7 ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. എല്ലാവരും താൽക്കാലിക ജീവനക്കാരാണ്. ഇപ്പോൾ തന്നെ ഈ കൃത്യം നിർവഹിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന അജിത 10 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 3 പേരെയാണ് മ്യൂസിയം പോലീസ് ശിശുക്ഷേമ സമിതിയുടെ പരാതിക്ക് പിന്നാലെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്തത്. അത് അജിത, സിന്ധു, മഹേശ്വരി എന്നിവരാണ്. ഇവരൊക്കെ ഇവിടെ താൽക്കാലിക ജീവനക്കാരാണെങ്കിലും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് ക്രൂരമായ ഈ അതിക്രമം ഈ പിഞ്ചു കുഞ്ഞിനെതിരെ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് കൃത്യസമയത്ത് കണ്ടെത്തുന്നതിലുള്ള വീഴ്ച, അതിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീർച്ചയായും ശിശുക്ഷേമ സമിതിയിലെ 3 ആയമാരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്.